മക്കളെ, ഈ വർഷത്തെ SSLC പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ A+ നേടുന്ന നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഞാൻ തരാൻ പോവാണ് ഈ വീഡിയോയിൽ ഒരു 30 days സ്റ്റഡി ചാലഞ്ച്. 100% ഗ്യാരണ്ടീഡ് ആ മക്കളെ. നിങ്ങൾ ഈ 30 ദിവസത്തെ സ്റ്റഡി ചാലഞ്ച് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട്, നിങ്ങൾ സിൻസിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ പരീക്ഷയിൽ ഫുൾ A+ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിലൊരു സംശയമില്ല. ഓക്കെ, അത്രയും ബെസ്റ്റ് പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത്. അത് നിങ്ങൾ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്കും വർക്ക് ചെയ്യുന്ന രീതിയിൽ, ഇനി കുറച്ചൊക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്കും എന്താണ് ഈ പ്ലാൻ എന്താണ്, ആർക്കും ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് പരീക്ഷയിൽ ഫുൾ A+ സിമ്പിളായിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കുറേ പേരുടെ മനസ്സിൽ പേടിയാണ്, ഇനിയും പഠിച്ചാൽ സമയമുണ്ടോ, ഈ 30 ദിവസം ഇനിയും ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെന്ന് സമയമുണ്ടോ, എനിക്ക് ഫുൾ A+ലേക്ക് എത്താൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ സംശയം എടുത്ത് മാറ്റിക്കോളൂ മക്കളെ. നിങ്ങൾക്ക് ഇപ്പോഴും അത്യാവശ്യത്തിന് നല്ല സമയമുണ്ട്. പക്ഷേ ഇനിയുള്ള സമയം നമുക്ക് വേസ്റ്റ് ആക്കിയാൽ പരിപാടി നടക്കില്ല, ഫുൾ A+ നടക്കില്ല. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങൾ നേരെ മറിച്ച് ശരിക്കും വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഭയങ്കര ഹാർഡ് വർക്ക് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഞാൻ പറയാൻ പോകുന്ന പ്ലാൻ അനുസരിച്ച് ശരിക്കും വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഫുൾ A+ നേടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം 30 days ചാലഞ്ചിലേക്ക് കിടക്കാം. അതിന് മുൻപ് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക, അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, വാട്സപ്പ് ഗ്രൂപ്പിലും ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആക്കി കൊടുക്കുക. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്ത് ഇതുപോലത്തെ കുറേ വീഡിയോസ് ഇനിയും വരും. ഓക്കെ, റെഡി? അപ്പോൾ നമ്മുടെ ചാലഞ്ചിലേക്ക് കിടക്കാം മക്കളെ. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ചാലഞ്ച് ആയിരിക്കും, നിങ്ങൾ പ്രോപ്പറായിട്ട് ചാലഞ്ച് തീർക്കണം. ഓക്കെ, അപ്പോൾ ചാലഞ്ചിലേക്ക് കിടക്കാം. അതിൻ്റെ മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അതായത് നമുക്ക് പഠിക്കാനുള്ള മെയിൻ സബ്ജക്ട്സ് ഇതൊക്കെയാണ്. അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ. ഇതിൽ ചിലർക്ക് മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലർക്ക് സോഷ്യൽ ആയിരിക്കും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. അതിലൊക്കെ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആയിരിക്കും സാർ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, അതിനെപ്പറ്റി ഞാൻ അവസാനം പറഞ്ഞുതരാം. നമ്മുടെ മെയിൻ സബ്ജക്ട്സ് ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അതിൽ ഓരോന്നിലും ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. സോഷ്യലിൽ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഒഴിവായി കിട്ടിയതുകൊണ്ട് ഇത്ര ചാപ്റ്റേഴ്സ് ബാക്കി വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിവിടെ കുറച്ച് ഡേയ്സിന് എണ്ണം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തൽക്കാലം അത് നോക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം, കുറച്ച് പണി നിങ്ങൾ ചെയ്യണം. ഈ പണിക്ക് ഒരു 15 മിനിറ്റിൽ കൂടുതൽ എടുക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫിസിക്സ് എടുക്കുക. ഓക്കെ, നിങ്ങൾ ഫിസിക്സ് എടുത്തിട്ട് നിങ്ങളൊരു നോട്ട്ബുക്കും കൂടി എടുക്കുക. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക നല്ല വൃത്തിയിൽ. എന്നിട്ട് നിങ്ങൾ ഫിസിക്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾ ഫിസിക്സിൻ്റെ ഓരോ ചാപ്റ്ററും ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഹെഡിങ് എഴുതി വെക്കുക. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടി തൽക്കാലം എഴുതാം, മലയാളം മീഡിയത്തിന് സെയിം എഴുതാം. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, മാഗ്നറ്റിക് എഫക്ട്സ്. ഓക്കെ, 3ാമത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, 4ാമത്തെ ചാപ്റ്റർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അങ്ങനെ ഓരോ ചാപ്റ്റർ, അങ്ങനെ 7ാമത്തെ ചാപ്റ്റർ വരെ, എനർജി മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിന് ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെക്കുക. എന്നിട്ടൊരു കോളം ഉണ്ടാക്കി അപ്പുറത്ത് നിങ്ങൾ എത്ര ദിവസം, ഡേയ്സ് എന്ന് എഴുതി വെക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ ഇനി നമ്മൾ ഈ ടേബിളിലേക്ക് വരാം. നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ടോട്ടൽ 5 ദിവസം നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, 5 ദിവസം നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അത്രേ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ 5 ദിവസങ്ങൾ നിങ്ങൾ സ്പ്ലിറ്റ് ആക്കി കൊടുക്കണം ഈ ചാപ്റ്റേഴ്സിന്. അതെങ്ങനെയാണ് സാർ 7 ചാപ്റ്റേഴ്സിന് 5 ദിവസം സ്പ്ലിറ്റ് ആക്കി കൊടുക്കുക? പറഞ്ഞുതരാം മക്കളെ. നിങ്ങൾ ചെയ്യേണ്ടതേ ഉള്ളൂ മക്കളെ, ഈ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ മിക്ക ആൾക്കാർക്കും നന്നായിട്ട് അറിയായിരിക്കും. നിങ്ങൾ ആ ഒരു കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചാപ്റ്ററിന് ഒരു ദിവസം മൊത്തം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ പഠിക്കാൻ വേണ്ടി? ഇല്ല. 30 ദിവസത്തിൽ ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെറുതെ നമ്മൾ 2 ദിവസം 3 ദിവസം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ പഠിക്കാൻ പോയാൽ ബാക്കിയുള്ള ഒരു സബ്ജക്റ്റ് നടക്കില്ല. അപ്പോൾ ഇനിയുള്ള ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെ ചിന്തിച്ച് ചെയ്യണം. ഈ ചാപ്റ്ററിന് ശരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമുണ്ടോ? ഇല്ല. അര ദിവസം പഠിച്ചാൽ മതി. നിങ്ങൾ 0.5 പഠിച്ചാൽ മതി. അര ദിവസം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ സാർ അര ദിവസത്തിൽ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് കഴിഞ്ഞില്ലല്ലോ. വേണ്ട, നിങ്ങൾ എത്രത്തോളം തീർക്കുന്നു അത്രത്തോളം തീർക്കും. ബാക്കി നമ്മൾ എക്സാമിൻ്റെ സമയത്ത് യൂട്യൂബിൽ മാരത്തോൺ ക്ലാസ്സും പല കാര്യങ്ങളും ഉണ്ടാവും, അതിൽ കൂടെ തീർന്നോളും. നിങ്ങൾ ആ ബേസിക്സ് തീർക്ക്, ബേസിക് കോൺസെപ്റ്റ് തീർക്ക്. അതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. 2ാമത്തെ ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്ററാണ്, മിക്ക ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ അതും നമുക്കൊരു അര ദിവസം മതിയാവും. 3ാമത്തെ ചാപ്റ്റർ എന്തായാലും ഒരു ദിവസം വേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 5 ദിവസം, ഇപ്പോൾ ഓൾറെഡി എത്ര ദിവസമായിട്ടുള്ളൂ? 2 ദിവസമായിട്ടുള്ളൂ. ഇനി 3 ദിവസം ബാക്കിയുണ്ട്. നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, അതിലേക്ക് വീതിച്ചും കൊണ്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ചാപ്റ്റർ, പിന്നെ ഒരു അര കൊടുത്ത് അവസാനത്തെ ചാപ്റ്റർ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അത് കൊടുക്കാം. അങ്ങനെ ആക്കി നിങ്ങളൊരു 5 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഫിസിക്സ് തീർക്കാൻ പോകുന്നത്. മതി. അപ്പോൾ ഈ അര ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചാപ്റ്ററിന് അര ദിവസം, അടുത്ത ചാപ്റ്ററിന് അര ദിവസമാണ്. രണ്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസത്തിൽ പഠിക്കുക. പകുതി സമയം ഇത് പഠിക്കുക, പകുതി സമയം ഇത് പഠിക്കുക. ആ ദിവസം ആ 2 ചാപ്റ്റർ തീർക്കണം. ഇങ്ങനെ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ, ഓക്കെ, ഇങ്ങനെ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈമിലെല്ലാം തരും. ഇനിയൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ഇതേ കാര്യം അപ്പോൾ നിങ്ങൾ ഫിസിക്സിൽ ഈ കാര്യം ചെയ്തു, മനസ്സിലാവുന്നുണ്ട് എങ്ങനെ ചെയ്തതെന്ന്?
കറക്റ്റ് ഒരു 5 ദിവസം. ഓക്കെ, ഇതേ കാര്യം മാത്സിന് ചെയ്യാം. മാത്സിന് 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. മാത്സിൻ്റെ 11 ചാപ്റ്റേഴ്സിൻ്റെയും പേര് നല്ല വൃത്തിയിൽ എഴുതി വെക്കുക. ഓരോ ചാപ്റ്ററിന് എത്ര ദിവസമാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് വെച്ചാൽ കൊടുക്കുക. പക്ഷേ 8 ദിവസത്തിൽ കൂടുതൽ എടുക്കരുത് മാത്സ് തീർക്കാൻ വേണ്ടിയിട്ട്. 8 ദിവസമൊക്കെ മതി 15 ചാപ്റ്റർ പഠിക്കാൻ. അതിൽ കുറേ ചാപ്റ്ററൊക്കെ സിമ്പിൾ ചാപ്റ്ററാണ്, അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. അതേപോലെ കെമിസ്ട്രിക്ക് ഒരു 4 ദിവസമുണ്ട്, ബയോളജിക്ക് 5 ദിവസമുണ്ട്, സോഷ്യലിന് 8 ദിവസമുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, 30 ദിവസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാ ചാപ്റ്റേഴ്സും തീർക്കാൻ വേണ്ടിയുള്ള ബെസ്റ്റ് മാർഗ്ഗം നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ മുൻപിലുണ്ട്. ഇനി അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ഇനി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരും. അതിനെപ്പറ്റി ഞാൻ അവസാനം പറഞ്ഞുതരാം. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നുമില്ല, 30 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. ആ 30 ദിവസം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നാണ് നമ്മുടെ ദൗത്യം. അല്ലാണ്ട് എല്ലാ ചാപ്റ്ററും ഫുൾ പഠിച്ച് 3-4 ദിവസം എടുത്ത് പഠിച്ച് തീർന്നാൽ പരിപാടി നടക്കാൻ പോകുന്നില്ല. സോ ഈ 30 ദിവസം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അല്ലാണ്ട് തോന്നിയ പോലെ പഠിച്ചാൽ എല്ലാ ദിവസവും ഞാൻ എന്ത് പഠിക്കുന്നു, അടുത്ത ദിവസം ഞാൻ മറ്റേ പഠിക്കുന്നു എന്ന് പഠിച്ചാൽ 30 ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പകുതി സിലബസ് മുന്നേ തീർത്തിട്ടുണ്ടാവും. കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇനി ഓരോ ആൾക്കാർക്കും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫിസിക്സ് നന്നായി പഠിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചിലപ്പോൾ ഈ ചാപ്റ്ററിന് അര ദിവസം ആവശ്യം ഉണ്ടാവില്ല. അത് ഒരു ദിവസത്തെ പകുതി നിങ്ങൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. അര ദിവസം എന്ന് പറഞ്ഞാൽ അര ദിവസം മൊത്തം ഇത് പഠിക്കാനല്ല, 2 ചാപ്റ്ററും കൂടി ഒരു ദിവസം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് 3 ചാപ്റ്റർ, ഈ ചാപ്റ്റർ ചിലപ്പോൾ സിമ്പിളായിരിക്കും, 7ാമത്തെ 6ാമത്തെ ചാപ്റ്റർ സിമ്പിളായിരിക്കും. നിങ്ങൾ 3 ചാപ്റ്റർ കൂടി ഒരുമിച്ച് പഠിച്ചോ. ഇതിന് 4 ദിവസം ഇവിടെ എടുത്താൽ മതി. മറിച്ച് നിങ്ങൾക്ക് മാത്സോ സോഷ്യലോ ആണ് കൂടുതൽ ദിവസം വേണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെറിയ ദിവസങ്ങളുടെ മാറ്റമൊക്കെ നിങ്ങളുടെ രീതിയിൽ വരുത്തുക. അതായത് ഇത് കൃത്യമായി ഇങ്ങനെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കെമിസ്ട്രിക്ക് 5 ദിവസം അല്ല 6 ദിവസം വേണം, 6 ദിവസം എടുത്തോ. പക്ഷെ അതിനനുസരിച്ച് എന്തെങ്കിലും കുറയ്ക്കണം. എന്നിട്ട് നിങ്ങൾ ഇത്രയും ഉറപ്പിച്ചാൽ മതി. 30 ദിവസത്തിൽ നിങ്ങൾ ഈ എല്ലാ ചാപ്റ്റേഴ്സിലും മാസ്റ്റേഴ്സ് ആവണം നിർബന്ധമില്ല. ഓക്കെ, നിങ്ങൾ എല്ലാം പഠിച്ച് ഫുൾ സെറ്റായി പരീക്ഷയ്ക്ക് റെഡിയാവണം നിർബന്ധമില്ല. നിങ്ങൾ പഠിച്ച് അതിൻ്റെ ഒരു 90%, ഒരു 85% ആ ചാപ്റ്ററിനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ആ എക്സാം സമയമാകുമ്പോൾ മാരത്തോൺ ക്ലാസ് പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പങ്കെടുത്ത് കുറച്ചും കൂടി ചോദ്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും, ഒരു സംശയവുമില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ കാര്യം. അതേ ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. മക്കളെ, ആ സബ്ജക്ട്സിൽ നിങ്ങൾ കുറേ പഠിച്ചുകൊണ്ട് കാര്യമില്ല. അതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ ചാപ്റ്റേഴ്സും പോയംസും ഉണ്ട്. അത് നിങ്ങൾ വായിച്ച് കഷ്ടപ്പെട്ട് കുറേ ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറേ പ്രാവശ്യം വായിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് പറയാൻ കാരണം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളെ നമ്മുടെ ആ ചാപ്റ്ററിന് എടുത്ത് ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ പോയെന്ന് എടുത്ത് ചോദിക്കുള്ളൂ. മിക്ക ചോദ്യങ്ങളും നിങ്ങൾ മോഡൽ പരീക്ഷയല്ല, നിങ്ങൾ ക്രിസ്മസ് എക്സാമൊക്കെ ഓണം എക്സാമൊക്കെ എഴുതിയവർക്ക് അറിയാം, എല്ലാവരും എഴുതിയിട്ടുണ്ടാവല്ലോ, എഴുതിയവർക്ക് അറിയാം. കൂടുതൽ ചോദിക്കുക എന്താണ്, ഡിസ്കോഴ്സ് എന്നാണ്. ലെറ്റർ റൈറ്റിംഗ്, ഡയറി എൻട്രി, ക്യാരക്ടർ സ്കെച്ച്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനാണ് കൂടുതൽ ചോദ്യം ചോദിക്കുക. അപ്പോൾ അതൊക്കെ എഴുതണമെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ അറിഞ്ഞിരിക്കണം എന്നല്ലാണ്ട് ചാപ്റ്ററിൻ്റെ ഓരോ കാര്യം ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ടോ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ലാംഗ്വേജസ് പഠിക്കാൻ കുറേ സമയം കളയാണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാംഗ്വേജസിൻ്റെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ, ഓക്കെ, മാക്സിമം മാത്രം മതി, അരമണിക്കൂർ നിങ്ങൾ ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിൽ പഠിക്കാൻ മാത്രമൊന്നുമില്ല, തൽക്കാലം നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. എല്ലാ ചാപ്റ്റർ ഇങ്ങനെ വായിച്ചു പോവുക, പെട്ടെന്ന് വായിച്ചു മതി. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോകും എന്തായാലും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടാൽ മാത്രം മതി. എക്സാമിൻ്റെ മുൻപ്, ഇംഗ്ലീഷിൻ്റെ എക്സാമിന് മുമ്പ് നമുക്ക് ഒന്നുകൂടി ഇംഗ്ലീഷ് ചാപ്റ്റർ ഒന്നുകൂടി വായിക്കാം. ഓക്കെ, നന്നായി വായിച്ച് പഠിക്കുക. ബാക്കി ഡിസ്കോഴ്സസും ഗ്രാമറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് തരും. ഇത്രയുള്ള സംഭവം. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ കുറച്ച് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളമൊക്കെ മെല്ലെ നിങ്ങൾ കുറച്ച് വായിച്ച് തുടങ്ങുക. അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അരമണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതോടെ എൻ്റെ പണി ഞാൻ തീർത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, പക്ഷേ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കുറച്ചൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ലെവലും കൂടെ നിങ്ങൾക്ക് അടിപൊളിയാക്കുക അതിന്. അതെങ്ങനെയാ അറിയോ മക്കളെ? ഞാനിപ്പം ഓരോ ചാപ്റ്ററിന് എത്ര ദിവസം എന്നുള്ള കാര്യം നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണേ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒരു ലെവൽ അപ്പ് കൊണ്ടുപോകാം. അതെങ്ങനെ ചെയ്യേണ്ട അറിയാം, പറഞ്ഞുതരാം. ഒന്നുമില്ല, ഒരു ടൈം ടേബിൾ നിങ്ങൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ടൈം ടേബിൾ മതി മക്കളെ. അടുത്ത ദിവസം മൺഡേ ആണെന്ന് വിചാരിക്കുക. തിങ്കളാഴ്ച ആണെങ്കിൽ നിങ്ങൾക്ക് അന്ന് പഠിക്കാൻ ചിലപ്പോൾ 2 ചാപ്റ്റർ ഉണ്ടാവും, അല്ല ആരാന്ന് എഴുതിയ 2 ചാപ്റ്റർ ഉണ്ടാവും. ഇപ്പോൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററും ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന് അര ചാപ്റ്റർ ആണെങ്കിൽ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് എഴുതി വെക്കുക, കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് എഴുതി വെക്കുക. കഴിഞ്ഞു. അടുത്ത ദിവസം ട്യൂസ്ഡേ. ഓക്കെ, ഇത് അര ചാപ്റ്റേഴ്സിൻ്റെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 ഒരുമിച്ച് എഴുതിയത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫിസിക്സിൽ 3ാം ചാപ്റ്റർ, അത് ഒരു ദിവസം പഠിക്കേണ്ട ചാപ്റ്ററാണ്. അപ്പോൾ അന്ന് അത് മാത്രം പഠിച്ചാൽ മതി. ഫിസിക്സ് 3. ഇങ്ങനെ നിങ്ങൾ ഒരു വീക്കിന് ടൈം ടേബിൾ ഉണ്ടാക്കുക. തൽക്കാലം ഒരു മാസത്തെ ടൈം ടേബിൾ 30 ദിവസം ഉണ്ടാകാൻ പോകണ്ട, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു വീക്കിന് ടൈം ടേബിൾ ഉണ്ടാക്കുക. പക്ഷേ ആ ടൈം ടേബിൾ വെറുതെ ഉണ്ടാക്കിയാൽ പോരാ. ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്ററിനും
ഓരോ ചാപ്റ്ററും നിങ്ങൾ എത്ര ദിവസങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചു എന്നുള്ള അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ. ഇതും കൂടി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സോളിഡായി, പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. ഇത് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് ചെയ്താൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല, നിങ്ങൾ വേറെ ലെവലെത്തും. ഓക്കെ, പിന്നെ ഈ പഠിത്തത്തിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള പല വീഡിയോസും നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. സോ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് വീഡിയോ സെക്ഷനിലൊക്കെ പോയി വേറെ പല വീഡിയോസും കാണാം. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കാണാൻ ഇടയ്ക്ക്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഈ 30 ദിവസം നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഈ പരിപാടി നോട്ട്ബുക്കിലും വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് പരീക്ഷയിൽ ഫുൾ A+ കിട്ടും. അപ്പോൾ ഇന്ന് തന്നെ ഈ 30 ഡേയ്സ് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാൻ പോകുന്നവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം. അതിലൊരു സംശയമില്ല. ഇപ്പം തന്നെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, സാർ സ്റ്റഡി ചാലഞ്ച് അക്സെപ്റ്റ് എടുത്തു. മക്കളെ, ഞാൻ 100% ഗ്യാരണ്ടി പറയണം, നിങ്ങളുടെ താഴെ ഈ കമൻറ്റ് ഉണ്ടെങ്കിൽ പബ്ലിക് എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വരുമ്പോൾ അതിൽ ഫുൾ A+ ആയിരിക്കും. അപ്പോൾ ഫുൾ A+ ആയി വാങ്ങിച്ചിട്ട് താഴെ വന്നിട്ട് ഈ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലേ സ്റ്റഡി ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ കമൻറ്റ് താഴെ റിപ്ലൈ ചെയ്യണം, സാർ എനിക്ക് ഫുൾ A+ കിട്ടി. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അടിപൊളിയായിട്ട് പഠിക്കാം.